ഇപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ടാങ്കിലിപ്പോൾ വെള്ളത്തിൻ്റെ ലെവല്. അപ്പോൾ ഈ ലെവൽ വരെയാണ് നമുക്കിപ്പോൾ വെള്ളമുള്ളത്. അപ്പോൾ ആ ലെവൽ വെച്ച് 4 സൈഡും ടാങ്കിൻ്റെ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. അത് ഓവർഫ്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വെള്ളം നിറയുമ്പോൾ ആ ചെറിയ ഹോളിലൂടെ പോകാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ തന്നെ നമുക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്. നമുക്ക് ഡെയിലി നമുക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ വെള്ളം മാറ്റാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വെള്ളം ഈ ലെവൽ വരെ ഉള്ളൂ, അതിൻ്റെ മുകളിലേക്ക് വെള്ളമില്ല. 4 സൈഡ് നമ്മൾ ഹോളിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ വെള്ളം മാറ്റുന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ ഡെയിലി ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വല ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മുടെ പൈപ്പ് വെള്ളം ഉണ്ടല്ലോ, ഓസ് വഴിയുള്ള വെള്ളം നേരെ ഇതിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഈ ലെവൽ വരെ വെള്ളം നിറയ്ക്കും. വെള്ളം നിറയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ഹോള് വഴി, അതായത് ഈ സെറ്റ് ചെയ്തിട്ടുള്ള ഹോളുകൾ വഴി ആ നിറഞ്ഞ വെള്ളം പോവും. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം ഒന്ന് റിഫ്രഷ് ആവും. അപ്പോൾ പഴയ വെള്ളത്തിൽ കുറച്ച് പോവുകയും ചെയ്യും, എന്നാൽ പുതിയ വെള്ളം ഇതിലേക്ക് ആഡാവുകയും ചെയ്യും. ആ ഒരു ടെക്നിക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇപ്പം ഇവിടുത്തെ വെള്ളം വലിയ കുഴപ്പമില്ല. അതായത് ഇവിടെ അടുത്ത് അങ്ങനെ വീടുകളില്ല, പിന്നെ ഒരുപാട് കുളങ്ങളും ചെറിയ തോടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെള്ളം നല്ല ക്ലിയറാണ്. ഞാനിത് ചെയ്യുന്നതിനുള്ള വലിയൊരു കാരണം എന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെ വെള്ളത്തിന് ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഒരുപാട് വീടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ അടുത്ത് ഒരുപാട് കുളങ്ങളും ചെറിയ തോടുകളുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല ക്ലിയറാണ്. വെള്ളത്തിന് വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കിത് ഈ മെത്തേഡ് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒരുപാട് വീടുകൾ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള വെള്ളത്തിന് ചെറിയ പ്രശ്നങ്ങൾ കാണും. അതായത് ബാത്റൂമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വെള്ളത്തിൽ ബാക്ടീരിയകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവർ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇതിപ്പോൾ ഞാൻ 2 ഉണങ്ങിയ മാവിൻ്റെ ഇല ഇട്ടിരിക്കുന്നത്, അത് നല്ലതാണ്. വെള്ളം നല്ലൊരു ഡാർക്ക് കളറായിരുന്നു. അതാ ഒന്നാമത് ഈ മാവിലേന്നും പിന്നെ വാഴയുടെ ഇലയിൽ ടാനിന് ഇറങ്ങുന്നതുകൊണ്ടാണ് വെള്ളത്തിന് ഈ കളർ. അപ്പോൾ ഫിഷിന് നല്ലതാണ്. അവരെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഡാർക്ക് സെറ്റപ്പാണ്. അവർക്ക് ഇച്ചിരി ഒളിക്കാനും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ക്ലിയർ വെള്ളത്തിൽ പിടിച്ചിട്ട് അവർക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് മീനുകൾ ഹാപ്പി. അവരുടെ കണ്ടീഷനും എപ്പോഴും നല്ല കളറും നല്ല ആരോഗ്യമായിട്ടിരിക്കും മീൻ. അപ്പോൾ നമുക്ക് ഇനി ഞാൻ എങ്ങനെയാണ് ഡെയിലി ഇതിൽ വെള്ളം മാറുന്നതല്ല, ഞാൻ ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ലെവൽ നോക്കി വെച്ച് ഇത്രേ വെള്ളമുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ നെറ്റ് അടക്കുക, നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആ ടാങ്ക് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലെത്തുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. കാരണം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, 4 സൈഡും വഴി ഓവർഫ്ലോ വഴി വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ തുറന്ന് നോക്കാം, വെള്ളം ഫുള്ളായി. അപ്പോൾ ഈ അധികമുള്ള വെള്ളം നമ്മൾ സെറ്റ് ചെയ്ത ഈ 4 സൈഡിലുള്ള ഓവർഫ്ലോ വഴി പുറത്തേക്ക് പോകും. അപ്പോൾ പഴയ വെള്ളം അതിലുണ്ട്. അപ്പോൾ മീനധികം സ്ട്രെസ്സും കാര്യങ്ങളും വരുന്നില്ല, എന്നാൽ പുതിയ വെള്ളം ആഡാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാങ്ക് ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും ഈ രീതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, എൻ്റെ ഇവിടെ വെള്ളം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ രീതി ചെയ്യുന്നത്. അത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ അവസ്ഥയും വെള്ളത്തിൻ്റെ കണ്ടീഷനും നോക്കി വേണം ചെയ്യാൻ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ലെവല് പഴയ രീതിക്ക് തന്നെ ആയിരിക്കും. ഈ ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ
അല്ലെങ്കിൽ നമ്മൾ ഡെയിലി പൈപ്പിട്ട് വെള്ളം വലിച്ച് പുറത്തേക്ക് കളയണം, പിന്നെ പുതിയ വെള്ളം നിറക്കണം. അപ്പോൾ സമയവും നഷ്ടമാണ്. എന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല ഇതുവരെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളമെല്ലാം പഴയ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ടാങ്ക് നല്ല ക്ലിയറായി, മീനുകൾ നല്ല ആക്റ്റീവാണ്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞത് ഓർത്ത് ചെയ്യുക. എനിക്കിവിടെ വെള്ളത്തിന് വേറെ പ്രശ്നങ്ങളില്ല. വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കി മാത്രം ഈ മെത്തേഡ് ചെയ്യുക. കാരണം എപ്പോഴും പുതിയ വെള്ളം, നമ്മൾ കണ്ടീഷൻ ചെയ്യാത്ത വെള്ളം ഉപയോഗിക്കുന്നത് മീനിന് കേടാണ്. ഞാനിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡെന്ന് വെച്ചാൽ ഇതാണ്, ഗപ്പി ഡയറ്റ്. വലിയ കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ഗപ്പികൾക്ക് വേണ്ടി മാത്രമുള്ള ഫുഡ്. പിന്നെ ഫൈറ്ററിനും കൊടുക്കാം.